I mean, I remember as a kid reading many great stories on Iran. One of them was a book, with my daughter. ഇറാനിലെത്തിയ മൊസാദിന്റെ ചാരസുന്ദരി കാതറിൻ പെരസ്-ഷെഖ്ദം. പശ്ചിമേഷ്യയിലെ സംഘർഷം കെട്ടടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ ഇറാനിൽ ആസൂത്രണം ചെയ്ത ആക്രമണങ്ങൾക്ക് പിന്നിൽ മൊസാദാണെന്നത് പകൽ പോലെ വ്യക്തം. മൊസാദാകട്ടെ പലരെയും ആശ്രയിച്ചാണ് തങ്ങളുടെ ദൗത്യ നിർവഹണം നടത്തിയത്. ചാരപ്രവൃത്തിക്ക് വേണ്ടി മതം മാറി ഷിയ ആചാരങ്ങൾ പഠിക്കാനെന്ന വ്യാജേന ഇറാനിലെത്തിയ ജൂത വനിതയായ കാതറിന്റെ പങ്ക് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഷിയ വിശ്വാസം സ്വീകരിച്ച് ഇറാനിലെത്തിയ കാതറിൻ 100-ലേറെ മുതിർന്ന ഉദ്യോഗസ്ഥരെ മുത്അ വിവാഹം അഥവാ താൽക്കാലിക വിവാഹം ചെയ്ത് അവരിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തി. ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായും ബന്ധം സ്ഥാപിച്ച് കാതറിൻ ഏത് സമയത്തും അവരുടെ വീടുകളിലേക്ക് കയറി ചെല്ലാനുള്ള സാധ്യതയുണ്ടാക്കി. 2 വർഷക്കാലം ഇറാനിലെ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയും ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചും വിവരങ്ങൾ ചോർത്തിയെടുത്ത് മൊസാദിന് കൈമാറുകയായിരുന്നു അവർ. ഇറാനിലെ ആക്രമണങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ഇസ്രായേലിന് നൽകിയവരിൽ പ്രധാനി കാതറിനായിരുന്നുവെന്ന സത്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇറാനിലെ ആണവ നിലയങ്ങളിലും പ്രധാന സൈനിക കേന്ദ്രങ്ങളിലെ മേധാവികളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും വധത്തിന് പിന്നിൽ വർഷങ്ങളുടെ പ്ലാനിംഗ് ഉണ്ടെന്ന് ഇസ്രായേലും വെളിപ്പെടുത്തിയിരുന്നു. ഒരു പാർലമെന്റ് അംഗവുമായി സ്ഥാപിച്ച ബന്ധത്തിൽ നിന്ന് ഇറാന്റെ പാർലമെന്റ് രഹസ്യ യോഗത്തിൽ നടന്ന ചർച്ചകളെക്കുറിച്ചും രാജ്യത്തിന്റെ രഹസ്യങ്ങളും ചോർത്തിക്കിട്ടിയെന്ന് കാതറിൻ പറയുകയുണ്ടായി. പാരീസിൽ ജനിച്ച കാതറിന്റെ മാതാപിതാക്കൾ ജൂതന്മാരായിരുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും മൊസാദിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലത്താണ് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിം യുവാവുമായി പ്രണയത്തിലാവുന്നത്. 6 വർഷത്തിനു ശേഷം ഇവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. 2014 ഡൈവേഴ്സ് ആയ കാതറിൻ ഫ്രഞ്ച് പാസ്പോർട്ടിൽ ഷിയ വിശ്വാസം പഠിക്കാനെന്ന വ്യാജേന ഇറാനിലെത്തുകയായിരുന്നു. ഇറാനിലെ സർക്കാർ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ചില ഇറാൻ നേതാക്കളുടെ അഴിമതികൾ കാതറിൻ പുറത്തുവിട്ടിരുന്നു. ഇറാൻ പരമോന്നത നേതാവായും റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. 2017 ഇറാനിലെ പ്രസിഡന്റ് ഇലക്ഷന് മുമ്പ് ഇബ്രാഹിം റൈസിയുടെ ഇന്റർവ്യൂ റഷ്യ ടുഡേക്ക് വേണ്ടി എടുക്കുകയുണ്ടായി. 2021-2024 കാലഘട്ടത്തിലെ ഇറാൻ പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം ഹെലികോപ്റ്റർ തകർന്നാണ് മരണപ്പെട്ടത്. 2021 ടൈംസ് ഓഫ് ഇസ്രായേലിലൂടെ ഇനി താൻ മുസ്ലിം അല്ലെന്ന് പ്രഖ്യാപിക്കുകയും ഇറാനിൽ കയറിക്കൂടാൻ വേണ്ടി മുസ്ലിം വ്യക്തിത്വം സ്വീകരിക്കുകയാണെന്നും വ്യക്തമാക്കി. 2022 ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ച കാതറിന്റെ ബ്ലോഗ് പോസ്റ്റിനെ പരാമർശിച്ചിട്ടുള്ള ലേഖനം മുൻ ഇറാനിയൻ പ്രധാനമന്ത്രി മഹ്മൂദ് അഹമ്മദ് നജാദിനെ പിന്തുണക്കുന്ന ടെലഗ്രാം ചാനൽ പ്രസിദ്ധീകരിച്ചു. ഇറാനിയൻ സർക്കാരിൽ ഇസ്രായേൽ ചാരന്മാർ കടന്നുകൂടിയിട്ടുണ്ടെന്നായിരുന്നു ലേഖനം. തുടർന്ന് കാതറിന്റേതായി ഇറാനിൽ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക ലേഖനങ്ങൾ പിൻവലിക്കപ്പെട്ടു. തന്റെ ശരിയായ ലക്ഷ്യവും വ്യക്തിത്വവും പുറത്തറിയുന്നതിന് മുമ്പ് അതിവിദഗ്ധമായി ഇറാനിൽ നിന്ന് കടന്നുകളഞ്ഞ ബുദ്ധിമതിയായിരുന്നു കാതറിൻ. തന്റെ ജൂത വ്യക്തിത്വം വെളിപ്പെടുത്തിയ കാതറിൻ ഇപ്പോൾ ബ്രിട്ടനിലും ഇസ്രായേലിലും പ്രവർത്തിക്കുന്ന വിദേശകാര്യ സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്.